ഹലോ ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് എൻ്റെ മോക്ക് സ്കൂൾ തുടങ്ങി. എല്ലാവർക്കും പുതിയ അധ്യയന വർഷ തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അവൾ തിരിച്ചു വരുമ്പോൾ അവൾക്കൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ബിരിയാണിക്കുള്ള ഇലം നമ്മളെ കണ്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കറിവേപ്പിലയും പിന്നെ ജരിപ്പില, ബേ ലീഫ് എന്ന് പറയും. എനിക്കറിയില്ല എന്താ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ജരിപ്പില എന്ന് പറയും. തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് ഇന്നത്തെ മഴയ്ക്ക് നമ്മളെ വാഴ ബോധകെട്ട് വീണിട്ടുണ്ടായിരുന്നു. കൊല കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. സവാള അരിഞ്ഞത്, ക്യാരറ്റ്, ബേ ലീഫും, പിന്നെ കറിവേപ്പില എൻ്റെ ഫേവറേറ്റ്, പിന്നെ തക്കാളി, പിന്നെ പച്ചമുളകും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ കുറച്ച് തൈരും. എല്ലാ ഇൻഗ്രീഡിയൻസ് പിന്നെ കറിക്ക് ബിരിയാണി മസാലത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഇഞ്ചി ഇത് സവാളയും പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസ് സവാള, തക്കാളി, പച്ചമുളകും, പിന്നെ കറിവേപ്പില എല്ലാം കൂടി മിക്സ് ആക്കുക. ഇപ്പോൾ കോഴി അടിച്ചിട്ട് ഓൾറെഡി ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം അതിൽ വെച്ച് മസാല പിടിപ്പിക്കുക. ആവശ്യത്തിന് തൈരും ഇടാം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ അതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ കൊത്തമ്പരി പൊടിയും മല്ലിപ്പൊടി എന്ന് പറയുക എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ വെക്കുക. നോക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഒന്നുകൂടി ആക്കി നന്നായിട്ട് മിക്സാക്കി അത് ഫ്രിഡ്ജിൽ വെച്ചു. 1 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചു. പിന്നെ ചോറിനുള്ളത് റെഡിയാക്കി വെക്കാം. അതിന് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന് ചോറിന് വേണ്ടിയിട്ട് പിന്നെ 2 സ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ലുലുമാൾ പോകുമ്പോൾ പിന്നെ അവിടുത്തെ ഗിയാണ് വാങ്ങിയത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് ക്യാരറ്റ് ഇട്ട്, പിന്നെ സവാള ഇട്ട്, ബേ ലീഫ് ഇട്ട്, പിന്നെ അല്ലാത്ത ബാക്കി സ്പൈസസ് ഏലക്ക പോലത്തെ ബാക്കി സ്പൈസസ് എല്ലാം ഇട്ടിട്ട് ഒന്ന് എണ്ണയിലിട്ട് വാഴട്ടാം. ഗരം മസാലത്തിൻ്റെ എല്ലാ വേണമെങ്കിൽ പൊടി വേണമെങ്കിൽ ഇടാൻ നിങ്ങൾക്ക് രണ്ടും പറ്റും. ഓക്കെ, നോ പ്രോബ്ലം. രണ്ടും ഇട്ടാൽ എന്നാലും ഇത് ഇങ്ങനെ തന്നെ ഇട്ടാലാണ് അതിൻ്റെ സ്വാദ് കൂടും. ഒന്നും ഇല്ലാത്തവർ മസാല ഇട്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ സ്മെല്ല് വരണം, അത്രയേ ഉള്ളൂ. പിന്നെ അതിന് ഞാൻ ജീരകശാല അരിയാണ് ഉപയോഗിച്ചത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ബസ്മതി ഉപയോഗിക്കും, പക്ഷേ ഇതിൽ ഞാനിപ്പോൾ ജീരകശാലിന് ഉപയോഗിക്കും. ചെറിയ അരി ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഇട്ടിട്ട് ജീരകശാല അരി ഇട്ടിട്ട് ഞാൻ ആക്ച്വലി 1.5 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. അത് പിന്നെ നന്നായിട്ട് നമ്മൾ വാഴ്ത്തണം. ഇത് അരി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കണ്ട, ഒന്ന് ചൂടാവണം. അപ്പോൾ അത് അരി ഒട്ടിപ്പിടിക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് ചെയ്യാം കേട്ടോ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് ഇങ്ങനെ ആക്കിയാൽ നമ്മൾ നെയ്യിൻ്റെ ഒപ്പം മിക്സ് ആയാൽ നന്നായിട്ട് ഒരു നല്ല സ്മെല്ല് വരും. അപ്പോൾ 1.5 കപ്പാണ് അരി എടുത്തത്. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ് ഞാൻ വെള്ളപ്പാറും. അപ്പോൾ മൊത്തത്തിൽ പിന്നെ 2.5 ഗ്ലാസ്സാണ് വെള്ളപ്പാറിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ് വെള്ളം പറഞ്ഞത്. ഇപ്പോൾ ഞാൻ മസാല റെഡിയാക്കുന്നു. മസാല ഞാൻ നെക്സ്റ്റ് സ്റ്റൗവിൽ വെച്ച് അതൊന്ന് റെഡി ആവണതോ. അങ്ങനെ പിന്നെ ബിരിയാണീൻ്റെ എല്ലാ ചോറ് റെഡിയായി. അതിലേക്ക് കുറച്ച് നമ്മൾ റോസ് വാട്ടർ ഇട്ട്. ഓക്കെ, പിന്നെ അതിലേക്ക് നമ്മൾ സവാള ബ്രൗൺ കളർ ആവണമല്ലോ, സവാള ഇടണമല്ലോ. അതിന് മുകളിലേക്ക് അതുകൊണ്ട് സവാള കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയിൽ അത് വഴറ്റപ്പോഴത്തേക്ക് നെക്സ്റ്റ് സ്റ്റൗവിൽ മസാല റെഡിയായിക്കൊണ്ടിരിക്കുക. ഈ സവാള വേഗം ഒരു റെഡിഷ് ആവണമെങ്കിൽ അതിലേക്ക് കുറച്ച് പിന്നെ ഷുഗർ ഇട്ടിനി, പഞ്ചസാര ഇട്ടിനി. ഓക്കെ, പിന്നെ നമ്മൾ ചോറ് ഇപ്പോൾ മസാല റെഡിയായ മസാലത്തിന് മുകളിൽ ദമ്മിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇടുവാണ്. പിന്നെ എല്ലാ ചോറ് മിക്സാക്കിയിട്ട് ഇടുവാണ്. പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ ഗ്രീൻ മുന്തിരിയും പിന്നെ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അതും ഉള്ളിൻ്റെ ഒപ്പം തന്നെ വാഴട്ടാം. പിന്നെ ഞാനിത് പാലിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ്, പിന്നെ കളർ ഇട്ടിട്ടില്ല, അതുകൊണ്ട് അതിട്ടിട്ടാണ്
ബിരിയാണി ചോറിന് മുകളിലിട്ട് ഇപ്പോൾ ഞാൻ ഇതാക്കിയ ഉള്ളി വഴറ്റിയ ഉള്ളി ബ്രൗണിഷ് കളർ അതിൻ്റെ മുകളിലിട്ട്. ഓക്കെ, പിന്നെ അപ്പോഴത്തേക്ക് ബിരിയാണി ഏകദേശം റെഡിയായിപ്പോയി. മല്ലിച്ചപ്പിൻ്റെ കുറവുണ്ട്, ഇപ്പം മല്ലിച്ചപ്പ് കൂടി ഞാൻ ഇപ്പം മുകളിലിട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗാർണിഷ് ചെയ്ത് ഞാനിപ്പോൾ 2 കയ്യിലാണ് കട്ട് ചെയ്യുന്നത് ഗൈസ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല ഗീൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെ അത് എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം. അങ്ങനെ നമ്മളെ ബിരിയാണി റെഡി ഗൈസ്.